അടിയന്റെ സാക്ഷ്യത്തിലൂടെ ക്രിസ്തു മാത്രം ഉയർത്തപ്പെടണം. പ്രൈസ് ദി ലോർഡ്. സർവമാനവും മഹത്വം എന്റെ സ്വർഗത്തിലെ അപ്പച്ചൻ മാത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 22 മുതൽ 30 വരെയുള്ള വാക്യം വായിക്കാം. പരിശുദ്ധാത്മാവ് ഇതിന് മുൻപേ തന്നെ ആധാരമായി വചനം നമുക്ക് അലക്സ ചാനലിലൂടെ കേൾക്കുവാനിടയായി. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരുന്നത് അതിനൊരു തുടർച്ചയായിട്ടാണ് ഇതിലും കാണാൻ സാധിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ഒരുത്തൻ അവനോട്, കർത്താവേ, രക്ഷിക്കപ്പെടുന്നവൻ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് അവനോട് പറഞ്ഞത്, ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുകയും പലരും കടക്കുവാൻ നോക്കും, കഴിയുകയില്ലാതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വീട്ടുടയവൻ എഴുന്നേറ്റ് കഥ അടച്ച ശേഷം നിങ്ങൾ പുറത്തു നിന്ന്, കർത്താവെ, തുറന്നുതരയണമേ എന്ന് പറഞ്ഞുകൊണ്ട് കഥവിന് മുക്കി തുറന്നുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും. അന്നേരം നിങ്ങൾ, നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു തുടങ്ങും. അവനോ, നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് പറയും. അവിടെ അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറത്ത് തള്ളി കളഞ്ഞതും നിങ്ങൾ കാണുമ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിയിരിക്കും. മുമ്പന്മാരായിരുന്നവർ സിംഹന്മാരുണ്ട്, പിന്നന്മാരായിരുന്ന മുമ്പന്മാരുമുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഇതിൽ എന്നെ കൂടുതൽ ചിന്തിപ്പിക്കുകയും ധ്യാനിപ്പിക്കുകയും ചെയ്ത ഒരു വചനമാണ് അതിന്റെ 23-ാം വാക്യം. അവൻ പട്ടണത്തോറും ഗ്രാമത്തോറും സഞ്ചരിച്ച് യെരൂശലേമിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ ഒരുത്തൻ അവനോട് ചോദിച്ചു, കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് അവനോട് പറഞ്ഞത്, ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവേ, പലരും കടക്കുവാൻ നോക്കും, കഴിയുകയില്ലതാനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതിൽ നമുക്ക് സ്പഷ്ടമായിട്ട് കാണുവാൻ സാധിക്കും, രക്ഷിക്കപ്പെടുന്നവർക്ക് ഒരു ഇടുക്കുവാതിലുണ്ട്. ആ ഇടുക്കുവാതിലൂടെ കടക്കുവാൻ നമ്മൾ പോരാടണം. പ്രൈസ് ദി ലോർഡ്. പലരും കടക്കുവാൻ ശ്രമിക്കും. അതായത് രക്ഷിക്കപ്പെട്ട പലർക്കും ഇടുക്കുവാതിലുകൾ അവരുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. പലരും കടക്കുവാൻ ശ്രമിക്കും, പക്ഷെ അവർക്ക് കഴിയുകയില്ലതാനും. അതിനുശേഷം പറയുന്നത്, വീട്ടുടയവൻ എഴുന്നേറ്റ് കഥ അടച്ച ശേഷം നിങ്ങൾ പുറത്തു നിന്ന്, കർത്താവെ, കഥ ഒന്ന് തുറന്നു തരണമേ. ഇത് ദൈവരാജ്യത്തെയാണ് കാണിക്കുന്നത്. കർത്താവ് ദൈവരാജ്യത്തിന്റെ കഥ അടച്ചെന്ന് നമ്മൾ പുറത്തു നിന്ന്, കർത്താവെ, ഇതൊന്ന് തുറന്നു തരണമേ എന്ന് പറയുമ്പോൾ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പം അവര് കൂടുതൽ എക്സ്പ്ലനേഷൻസ് കൊടുക്കുക. നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചില്ലേ, ഭക്ഷിക്കുകയും കുടിക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്, നിന്റെ നാമത്തിൽ ഞാൻ സൗഖ്യം നടത്തിയിട്ടുണ്ട്, എന്നിട്ട് നീ ഞങ്ങളെ അറിയുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവൻ പറയുന്നത്, അവനോ, നിങ്ങൾ എവിടെ നിന്നു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടു പോകുവേ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുമ്പോൾ അങ്ങനെ അനീതി പ്രവർത്തിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു പ്രതിഫലമാണ് കരച്ചിലും പല്ലുകടിയും ഉള്ള ഒരു സ്ഥലത്തിലേക്കാണ് നമ്മളെ തള്ളിക്കളയുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് വരാതെ നമ്മുടെ ജീവിതത്തെ നമ്മൾ സൂക്ഷിക്കണം. അതിന്റെ 29 പറയുന്നത്, അങ്ങനെ നമ്മൾ ദൈവരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കർത്താവിന് പലയിടത്തുനിന്നും പലരെയും കർത്താവിന് ദൈവരാജ്യത്തിന് അർഹതയുള്ളവരാക്കി തീർക്കുവാൻ സാധിക്കും. അഥവാ നമ്മൾ വഴിയെ വെച്ച് നമ്മൾ നഷ്ടപ്പെട്ടു പോയാൽ കർത്താവ് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിയിരിക്കും. മുൻപന്മാരായിത്തീരുന്ന പിൻപന്മാരും പിൻപന്മാരായിത്തീരുന്ന മുൻപന്മാരും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതിലെ ഇടുക്കവാതിൽ, രക്ഷിക്കപ്പെടുന്നവർക്കുണ്ടാകുന്ന ഇടുക്കവാതിലുകൾ, അതിനെക്കുറിച്ചാണ് ഞാൻ കൂടുതൽ സംസാരിക്കാൻ പോകുന്നതും എന്റെ സാക്ഷ്യത്തിൽ അത് പറഞ്ഞതും. പലപ്പോഴും ഞാൻ പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടതും ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നതും. ഏകദേശം എനിക്ക് 14 വയസ്സുള്ളപ്പോൾ ഞാൻ ഓർത്തഡോക്സ് സഭയിൽ നിന്നാണ് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഓർത്തഡോക്സ് സഭയുടെ എല്ലാ കുർബാനക്രമങ്ങളിലും എല്ലാ ആരാധനകളിലും കൃത്യമായി പോയിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. കറക്റ്റ് 7 മണിക്ക് തന്നെ ഞാൻ ആരാധന അവിടെ കുർബാന തുടങ്ങുമ്പോൾ ഞാൻ ചർച്ചിലുണ്ടായിരിക്കും. കാരണം അങ്ങനെയാണ് എൻ്റെ അപ്പച്ചൻ എന്നെ ശീലിപ്പിച്ചത്.
സമയം ലേറ്റ് ആക്കി കഴിഞ്ഞാൽ അപ്പച്ചൻ സമ്മതിക്കത്തില്ല. അപ്പച്ചൻ പറയും കറക്റ്റ് സമയത്ത് നമ്മൾ ആരാധന തുടങ്ങുമ്പോൾ തന്നെ അവിടെ ചെന്നിരിക്കണം. അങ്ങനെ ഓർത്തഡോക്സിന്റെ എല്ലാ ക്രമങ്ങളും കുർബാനകളും ശീലങ്ങളും എല്ലാം പഠിച്ചിരുന്ന കാണാപ്പാടമായിരുന്ന ഞാൻ 14 വയസ്സിൽ എന്റെ ഉള്ളില് ഒരു ചിന്തയുണ്ടാക്കി, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ? എന്നോട് ആരും ചോദിച്ചിട്ടില്ല, എന്നോട് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ മനസ്സിലുണ്ടായ ഒരു ചിന്തയാണ്, ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് ശരിയാണോ? പക്ഷെ അന്ന് നാളുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ മാതാവ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടില് കഥ പഠിച്ചിരുന്നു മമ്മി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ വീട്ടില് ബൈബിള് വായിക്കാറുണ്ട്, അപ്പച്ചൻ അത് ശീലിപ്പിച്ചിട്ടുണ്ട്. ബൈബിള് വായിക്കും, പ്രാർത്ഥിക്കും. അതും ബൈബിള് സ്പീഡിൽ വായിച്ചു കഴിഞ്ഞാലും അപ്പച്ചൻ വഴക്ക് പറയും, ഇത് ന്യൂസ് പേപ്പർ അല്ല, ശ്രദ്ധയോടെ വായിക്കാമെന്ന് പറയും. അങ്ങനെ ഒരു ശീലമുണ്ട്. പക്ഷെ കുർബാനയ്ക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പ്രാർത്ഥനയ്ക്ക് പോകണം. അങ്ങനെ 14 വയസ്സിൽ എന്റെ മനസ്സിലുണ്ടായ ഒരു ചിന്ത, ഈ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളൊരു ചിന്ത എന്നെ കൂടുതൽ ചിന്തിപ്പിക്കുകയും, എങ്കിലും ബൈബിൾ എടുത്ത് വായിച്ചു അതിനുവേണ്ടി ധ്യാനിച്ചിട്ടില്ല. പക്ഷെ അതിനെ മമ്മിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, മമ്മി ഇതിന്റെ പ്രത്യേകത എന്താ, ഈ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് പ്രത്യേകത? അങ്ങനെ മമ്മി എനിക്ക് കൂടുതൽ പറഞ്ഞു തരാൻ തുടങ്ങി. അങ്ങനെ ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ തന്നെ അച്ഛനോടും ഒക്കെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവകൃപയാൽ ഞങ്ങൾക്ക് കുടുംബമായി പപ്പയ്ക്കും മമ്മിക്കും എനിക്കും സ്നാനപ്പെടുവാൻ 2002 സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കുടുംബമായി സ്നാനപ്പെട്ടിട്ട് ഞങ്ങള് IPCയോടുള്ള ബന്ധത്തിലാണ് ഞങ്ങൾ അവിടെ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പെന്തക്കോസ്ത് ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ പഠനങ്ങളും കാര്യങ്ങളും എല്ലാം പൂർത്തിയായി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അതിനുശേഷം 2017 ഞാനും അച്ഛനും ഞങ്ങള് യുഎഇയുടെ പ്രദേശത്തേക്ക് കടന്നു പോന്നു. എനിക്ക് 2020 എന്റെ ജീവിതത്തിലുണ്ടായ സംഭവത്തിന് മുന്നോടിയായിട്ടുള്ള ഈ 2017 നടന്ന സംഭവം എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ബാക്കിൽ നിന്ന് തുടങ്ങുന്നത്. 2017 ഞങ്ങള് യുഎഇയുടെ പ്രദേശത്തേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയില്ലായിരുന്നു. വളരെ വിഷമിച്ചു. എങ്കിലും യുഎഇയിൽ ഞങ്ങൾ എത്തിയതിനു ശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം എനിക്കൊരു ഇന്റർവ്യൂ കിട്ടി. ഞാൻ എനിക്ക് തോന്നുന്നു ഏതോ ഒരു വെള്ളിയാഴ്ച സാക്ഷ്യത്തിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളരെ 300 പേരോളം ഉണ്ടായിരുന്ന ആ ഇന്റർവ്യൂവിൽ ആദ്യത്തെ സ്ലോട്ടിൽ തന്നെ എനിക്ക് അകത്ത് കടക്കുവാനും എനിക്ക് അവിടെ ഹോസ്പിറ്റലില് റിക്രൂട്ട്മെന്റ് പാസ്സാകുവാനും സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അതൊരു ഓങ്കോളജി ഹോസ്പിറ്റലായിരുന്നു, ക്യാൻസർ ഹോസ്പിറ്റലായിരുന്നു. എനിക്ക് ക്യാൻസറിന്റെ ഡിപ്പാർട്ട്മെന്റിൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം എനിക്ക് ആ ഹോസ്പിറ്റലിൽ എനിക്ക് ഒരു ജോലി തന്നു. അങ്ങനെ ഞാൻ 2017 ആ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അങ്ങനെ കുടുംബമായിട്ട് ഞങ്ങൾ അബുദാബിയിലോട്ട് മാറി. അങ്ങനെ ജീവിതം അനുഗ്രഹമായും സന്തോഷമായും മുന്നോട്ട് പോകുന്നു. അങ്ങനെ ടെസ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ദൈവകൃപയാൽ. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് ജീവിക്കുമ്പോൾ 2020 കോവിഡ് ഒക്കെ തുടങ്ങി. 2019 ലാസ്റ്റ് കോവിഡ് തുടങ്ങി. 2020 കോവിഡിന്റെ ടൈമാണ്. ആ സമയത്ത് അച്ചാച്ചനൊരു പൾമനോളജിയുടെ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള പൾമനോളജിയുടെ അപ്പോയിന്റ്മെന്റ് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എന്നെ അറിയാവുന്ന ഒരു ഡോക്ടറാണ്, പക്ഷെ പേഴ്സണലായിട്ട് അറിയത്തില്ല. എന്റെ വാർഡിൽ വന്ന് പേഷ്യൻസിനെയൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഡോക്ടറിന്റെ അടുത്ത് പേഷ്യന്റിന്റെ ചെയറിലിരിക്കുന്നത് അച്ചാച്ചനാ, ഞാൻ അടുത്ത ബൈസ്റ്റാൻഡറിന്റെ ചെയറിലിരിക്കുകയാണ്. പക്ഷെ അച്ചാച്ചൻ കാര്യങ്ങള് പ്രോബ്ലംസ് പറയാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഈ ഡോക്ടർ എന്റെ മുഖത്തോട്ടാണ് നോക്കുന്നത്. ഞാൻ വിചാരിച്ചു പരിചയത്തിന്റെ പേരിലുള്ള നോക്കുകയാണെന്ന് ഞാൻ ചിന്തിച്ചത്. പക്ഷെ ഡോക്ടർ എന്നോട് പറഞ്ഞു, സിസ്റ്ററിന്റെ തൊണ്ടയൊന്ന് നെക്കൊന്ന് ഞാൻ പാൽപേറ്റ് ചെയ്ത് നോക്കോട്ടെ ചോദിച്ചു. ഒന്ന് തൊട്ട് നോക്കിക്കോട്ടെ. ഞാൻ പറഞ്ഞ ഡോക്ടറെ അച്ചാച്ചനാ പ്രോബ്ലം അല്ല സിസ്റ്റർ, ഞാനൊന്ന് തൊട്ട് നോക്കിക്കോട്ടെ ചോദിച്ചു. ആ നോക്കിക്കോ. അങ്ങനെ ഡോക്ടർ അത് പാൽപേറ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്റർ അത്യാവശ്യമായിട്ട് പോയി ഒരു അൾട്രാസൗണ്ട് എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല, ഞാൻ ആരോഗ്യവതിയായിട്ടിരിക്കുന്നു, ജോലിക്കൊക്കെ പോകുന്നു, ആരോഗ്യമായിട്ടിരിക്കുന്നു, എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. അല്ല സിസ്റ്റർ അത്യാവശ്യമായിട്ട് ഒരു അൾട്രാസൗണ്ട് ചെയ്തേ പറ്റുന്നുള്ളൂ. ഞാൻ പറഞ്ഞു ആ ഓക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു ടോപ്പിക് അങ്ങ് വിടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ അച്ഛന്റെ പ്രോബ്ലംസ് എല്ലാം കേട്ടു കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടർ റൂമിൽ നിന്ന് വെളിയിലിറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ആ ടോപ്പിക് അങ്ങ് വിട്ടു. പക്ഷെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇനി ഡോക്ടർ പറഞ്ഞ കേട്ടില്ലേ, നമുക്ക് നിന്റെ അൾട്രാസൗണ്ട് തൊണ്ടയുടെ നെക്കിന്റെ ഒന്ന് എടുക്കാം.
അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാ ചേച്ചാ വേണ്ട, അതിന്റെ ആവശ്യമില്ല, എനിക്ക് ഒരു പ്രോബ്ലവും ഇല്ലല്ലോ, എന്തിനാണ് വെറുതെ എടുക്കുന്നത്, അല്ല നമുക്കൊന്നും ചെയ്യാം. ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. സർവമാനമഹത്വം എന്റെ അപ്പച്ചന് മാത്രം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അങ്ങനെ ഞാൻ വീണ്ടും ജോലിക്ക് കയറി. പക്ഷെ എനിക്ക് എന്റെ ഡിപ്പാർട്ട്മെന്റിൽ സർജറി പേഷ്യൻസാണ് വരുന്നത്. ENTയുടെ തൈറോയ്ഡ് സർജറി പേഷ്യൻസും എല്ലാം എന്റെ ഡിപ്പാർട്ട്മെന്റിൽ വരാറുണ്ട്. അങ്ങനെ ഒരു ഡോക്ടറിനെ ഞാൻ കണ്ടു. ഡോക്ടറിനോട്, നമ്മൾ മലയാളി ഡോക്ടറാണ്. ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇതുപോലെ എനിക്ക് തൊണ്ടയുടെ ഒരു അൾട്രാസൗണ്ട് എടുക്കണമല്ലോ, നടക്കുമോ ചോദിച്ചു. അതിനെന്താ സിസ്റ്റർ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം വരാന് ഇപ്പൊ വേണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അപ്പോയിന്റ്മെന്റുകളും കാര്യങ്ങളും എല്ലാം കിട്ടി. അങ്ങനെ ഞാൻ അൾട്രാസൗണ്ട് ചെയ്തു. അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ അവിടെ അൾട്രാസൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതൊരു പാകിസ്ഥാനി സിസ്റ്റർ, എന്നോട് സംസാരിച്ച ഈ ആദ്യത്തെ ഡോക്ടർ ഒരു ഈജിപ്ഷ്യൻ ഡോക്ടറാണ്, പാകിസ്ഥാനി സിസ്റ്ററാണ്, സ്റ്റാഫാണ്. സിസ്റ്റർ എന്നോട് പറഞ്ഞു സിസ്റ്റർ അത്യാവശ്യമായിട്ട് തന്നെ ഡോക്ടറെ കാണണേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അപ്പം സിസ്റ്റർ പറഞ്ഞു കാണണം ഡോക്ടറെ, നീ കാണണേ, വിട്ട് കളയല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ കാണാം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇതിനകത്ത് ഒരു സീരിയസ്നെസ്സും വരുന്നില്ല. കാരണം എനിക്ക് വേദനയില്ല, ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും വേദന വരുമ്പോഴല്ലേ നമ്മൾ ഡോക്ടറെ അടുത്ത് ഓടി പോകാൻ അത്യാവശ്യമായിട്ട് കാണത്തുള്ളൂ. നമ്മൾ ആരോഗ്യമായിട്ട് പോയിരിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ മറന്നു പോകും. ഞാൻ പെർഫെക്റ്റ്ലി ഫൈൻ ആണെന്നാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു. പക്ഷെ റിപ്പോർട്ടും കൊണ്ട് അച്ചാച്ചൻ ഡോക്ടറെ അടുത്ത് പോയി. അങ്ങനെ ENT ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു റൈറ്റ് തൈറോയിഡില് ചെറിയൊരു നൊഡ്യൂളുണ്ട്, വളരെ ചെറുതാണ്, കുഴപ്പമൊന്നുമില്ല, ടെൻഷനാവേണ്ട കാര്യങ്ങളൊന്നുമില്ല. റൈറ്റ് തൈറോയിഡില് ഉണ്ട്, വളരെ ചെറുതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് 6 months കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാം, അത്രയ്ക്കേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല, ആൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രൊയാക്റ്റീവ് ആയിട്ട് ചെയ്യണമെങ്കിൽ ബയോപ്സി ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കുഴപ്പമില്ലാത്തത് കാരണം അച്ഛൻ പറഞ്ഞു ഓക്കെ സിസ്റ്ററെ, ഓക്കെ ഡോക്ടറെ എന്ന് പറഞ്ഞ് വെളിയിലിറങ്ങി. വെളിയിലിറങ്ങുമ്പോൾ തന്നെ എന്റെ ഒരു ഫ്രണ്ടിനെ അവിടെ കണ്ടു, മലയാളി സിസ്റ്ററാണ്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് അച്ഛനോട് പറഞ്ഞു എന്താ ചേട്ടാ ഇവിടെ എന്ന് പറഞ്ഞപ്പോ സജിന്റെ റിപ്പോർട്ട് കൊണ്ട് വന്നതാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഇതുപോലെ ഡോക്ടർ പറഞ്ഞ കാര്യം പറഞ്ഞു, 6 മാസം കഴിഞ്ഞിട്ട് അൾട്രാസൗണ്ട് ചെയ്യാമെന്നുള്ളൊരു ചിന്തയോടുകൂടി പോവാന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ ആ സിസ്റ്റർ പറഞ്ഞു എന്തിനാ ചേട്ടാ ഇത്ര 6 മാസത്തിനോട് വെയിറ്റ് ചെയ്യുന്നത്, ചെറിയൊരു നീഡിൽ പ്രിക്കേ വരത്തുള്ളൂ, ബയോപ്സി ചെയ്യും, എന്തായാലും എല്ലാം നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ചെയ്ത് കിട്ടും, എല്ലാം ഹൈലി ഇക്വിപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. ഓങ്കോളജിയുടെ പല ഹോസ്പിറ്റലിലും പരിഹാരം കിട്ടാത്ത ഓങ്കോളജി കേസുകളെല്ലാം വരുന്നത് ഈ ഹോസ്പിറ്റലാണ്. ഇവിടുത്തെ ടെസ്റ്റുകളും റിസൾട്ടുകളും മെഷീൻസും എല്ലാം 100% അക്യുറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥാപനമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കുന്നതിനകത്ത് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ആ സിസ്റ്ററുടെ വാക്ക് കേട്ടു അച്ഛൻ വീണ്ടും ഡോക്ടറുടെ റൂമിനകത്ത് കയറിയിട്ട് പറഞ്ഞു ഡോക്ടറെ ബയോപ്സിക്ക് ഓർഡർ ഇടാമോ, ഞങ്ങൾ ബയോപ്സി ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അച്ഛൻ ഇതെല്ലാം എന്നോട് പിന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഇതുപോലെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു എന്തിനാ അച്ഛൻ ബയോപ്സി ഇട്ടത്, ചുമ്മാ അതിന്റെ ആവശ്യമൊന്നുമില്ല. അവിടെ ഞാൻ അതിനെ വേണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ ഓഗസ്റ്റ് മാസം, ഈ 2020 ഓഗസ്റ്റ് മാസം ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വേറെ കുറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. 2020 ജൂൺ മാസത്തിൽ പപ്പയ്ക്ക് സ്ട്രോക്ക് വരുന്നത്. അതുപോലെ തന്നെ 2020 എന്റെ അനീതി ട്വിൻസിൽ ഒരാൾക്ക് പ്രഗ്നന്റ് ആയിട്ടിരിക്കുക. അപ്പൊ മാത്രമല്ല കോവിഡ് ടൈം, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല. UAEയുടെ ഒരു പ്രത്യേകതയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ സഹോദരന്മാരും അവിടെ ഉണ്ട്. അതായത് എന്റെ സിസ്റ്ററിലോ ഫാമിലി ഉണ്ട്, എന്റെ സഹോദരിമാർ 2 പേര് ഫാമിലി ഉണ്ട്. എല്ലാവരും അടുത്തടുത്തായിട്ട്, അതായത് അവർ ഷാർജയിലാണ് താമസിക്കുന്നത്, ഫുജറയിലും ഒക്കെ താമസിക്കുന്നത്, നമ്മൾ അബുദാബിയിലാണ്. പക്ഷെ ഈ കോവിഡ് ടൈം ആയതുകൊണ്ട് ഇവര് ബോർഡർ ക്ലോസ് ചെയ്തേക്കുക. ഷാർജയിലും 1 hour ഡിസ്റ്റൻസേ ഉള്ളെങ്കിൽ തന്നെയും ഇവർക്ക് ആർക്കും ഞങ്ങളുടെ അടുത്തോട്ട് വരാൻ സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ആർക്കും വരണമെങ്കിൽ ഭയങ്കര നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ കോവിഡിന്റെ ആ ലോക്ക്ഡൌൺ ടൈം അങ്ങനെ ആയതുകൊണ്ട് ആണ് അങ്ങനെ പ്രകാരം സംഭവിച്ചത്. അങ്ങനെ ഞാൻ ബയോപ്സിയുടെ റിസൾട്ടിന് ബയോപ്സിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി. അങ്ങനെ ബയോപ്സി ചെയ്തു. ഓഗസ്റ്റ് മാസത്തില് അപ്പോയിന്റ്മെന്റ് ബയോപ്സി ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആ സമയത്ത് എനിക്ക് ഒരു 3-4 ദിവസം ഓഫ് ആയിരുന്നു. അതിനുശേഷം ഞാൻ ഓഗസ്റ്റ് 29 ഞാൻ വീണ്ടും ജോലിക്ക് കയറി. വീണ്ടും ഓഫിന് ശേഷം ചെല്ലുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് എന്റെ ബയോപ്സി റിപ്പോർട്ട് വന്ന് കാണുമല്ലോ. കാരണം ഇതെന്റെ മൈൻഡിൽ നിന്ന് തന്നെ പോയി. കാരണം എനിക്കൊരു പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് അതിനെ ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അതാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണല്ലോ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഓഗസ്റ്റിൽ 29 ഞാൻ വീണ്ടും ഡ്യൂട്ടിക്ക് കയറി. ഞാൻ പേഷ്യൻസിന് മെഡിസിൻ കൊടുത്തോണ്ടിരുന്നപ്പോഴേ ഞാൻ പെട്ടെന്ന് എന്റെ ചിന്തയിലോട്ട് വരുന്നത്
എന്റെ റിപ്പോർട്ട് വന്ന് കാണുമായിരിക്കുമല്ലോ, ഒന്ന് ചുമ്മാ നോക്കിയാലോ എന്ന് ചിന്തിച്ചു. അപ്പൊ നമുക്ക് നമ്മുടെ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ എന്റെ നെയിമും MRNO അടിച്ചിട്ട് ഞാൻ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ അതിന്റെ റിസൾട്ടിനകത്ത് പാപ്പിലറി തൈറോയിഡ് കാർസിനോമ എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഫയൽ ക്ലോസ് ചെയ്തു. തെറ്റാണ്, വേറെ ആരെങ്കിലും ഓങ്കോളജി പേഷ്യന്റ് ഫയലാണ് ഞാൻ തുറന്നത്, ബൈ മിസ്റ്റേക്ക് തുറന്നെയാന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അത് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തിട്ട് വീണ്ടും കറക്റ്റ് ആയിട്ട് എന്റെ നെയിമും MRNO അടിച്ച് ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്തു. വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടൊന്ന് പേര് ഒന്നുകൂടൊന്ന് ഉറപ്പ് ചെയ്തു. അപ്പൊ എന്റെ പേര് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അൾട്രാസൗണ്ട് റിപ്പോർട്ടിന്റെ ഭാഗത്തോട്ട് പോയപ്പോ പാപ്പിലറി തൈറോയിഡ് കാർസിനോമ. പ്രൈസ് ദി ലോർഡ്. എനിക്കൊന്നും തോന്നിയില്ല. തീർച്ചയായിട്ടും എനിക്ക് ഒന്നും തോന്നിയില്ല. ഞാൻ എന്റെ മനസ്സ് ബ്രെയിനും ബ്ലാങ്ക് ആയിരുന്നു. എന്നിട്ട് എനിക്ക് വിശ്വാസം വരുന്നില്ല. ഞാൻ എന്റെ ഒരു കൊളീഗിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നീ ഇതൊന്ന് നോക്കാമോ, എന്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും എന്റെ റിപ്പോർട്ട് തന്നെയാണോ ഒന്ന് ചെക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ എന്റെ ഫ്രണ്ട് ആ ഫയൽ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്തിട്ട് റിപ്പോർട്ടും വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, ശരിയാടി, നിന്റെ റിപ്പോർട്ട് തന്നെയാണിത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്തിട്ട് ഞാൻ എന്റെ മെഡിക്കേഷൻ റൂമിൽ പോയിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, എന്റെ കുഞ്ഞിന് 3 വയസ്സേ ഉള്ളൂ. അവൾക്കൊരു 10 വയസ്സായിരുന്നെങ്കിൽ എനിക്ക് അവളോട് പറഞ്ഞു കൊടുക്കാമായിരുന്നു. ഞാൻ അത് മാത്രമേ ഉള്ളൂ. എന്തിനാണ് നീ എനിക്ക് തന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്കറിയാം, എന്റെ ഓങ്കോളജി പേഷ്യൻസിനെ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഓങ്കോളജിക്ക് വരുന്ന ഭാരം, പ്രൈസ് ദി ലോർഡ്, അത് നമ്മുടെ ജീവിതത്തിൽ വന്നു എന്ന് നമ്മൾ കേൾക്കുന്ന അനുഭവിച്ചത് എന്നോട് ഒരു ഡോക്ടർ എന്ന് പറഞ്ഞല്ല, ഞാൻ തന്നെ കണ്ണുകൊണ്ട് കണ്ടതാണ് ആ റിപ്പോർട്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ അപ്പച്ചനോട് പറഞ്ഞത്, എന്തിനാ എനിക്കിത് വരുത്തിയെന്ന് ഞാൻ ചോദിച്ചില്ല. എന്റെ കുഞ്ഞിന് 3 വയസ്സേ ഉള്ളൂ. 10 വയസ്സിലാ വന്നെങ്കിൽ എനിക്ക് അവരോടൊന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. സാരമില്ല, നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നടക്കട്ടെ, നിന്റെ ഇഷ്ടം. ആമേൻ. കർത്താവ് നമ്മുടെ ജീവിതത്തില് പരീക്ഷ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമുക്കൊരു പോക്ക് വഴിയും വഴിയും നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, 2020 എനിക്കിത് സംഭവിക്കാൻ പോകുന്നതിന് കരുതലായി 2017 എന്റെ സ്വർഗത്തിലെ ദൈവം എനിക്ക് ആ ഹോസ്പിറ്റലിൽ ജോലി തന്നു. പ്രൈസ് ദി ലോർഡ്. ആ 2017 തൊട്ട് 20 വരെയുള്ള കാലയളവിൽ എല്ലാ ഡോക്ടർമാരെയും എല്ലാ നഴ്സുമാരെയും എല്ലാവരെയും എനിക്ക് പരിചയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം, സ്തോത്രം. ആമേൻ. ഏതോ ഇവിടെ ഒരു ഈജിപ്ഷ്യൻ ഡോക്ടർ എന്റെ പ്രോബ്ലത്തിനല്ല ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നത്. പ്രൈസ് ദി ലോർഡ്. അച്ചാച്ചന്റെ പ്രോബ്ലത്തിൽ ചെല്ലുമ്പോഴും സ്വർഗത്തിലെ ദൈവം പുള്ളിയുടെ മനസ്സിലൂടെ പുള്ളിയുടെ ഇടപെടലോടുകൂടി എന്നോട് അറിയിച്ചു, നിന്റെ ശരീരത്തിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ ഒരിക്കലും കർത്താവ് കൈവിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുക, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ എന്ത് ഭാരം വന്നോട്ടെ, എന്ത് പ്രയാസം വന്നോട്ടെ, ആ കർത്താവിനെ മുറുകെ പിടിക്കുക. യഹോവ നമ്മളെ ഉപേക്ഷിക്കില്ല. കർത്താവ് അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. യഹോവയെ അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല. വിശ്വസിക്കുക. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ മെഡിക്കേഷൻ റൂമിൽ നിന്ന് ഞാൻ അച്ചാച്ചനെ ഫോൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ, അച്ചാച്ച, ബയോപ്സി റിസൾട്ട് വന്നു, ക്യാൻസർ. അച്ചാച്ചന് ഓക്കെ, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ആണോ, ഇനി എന്താ ചെയ്യണ്ടേ, അത് മാത്രമേ ചോദിച്ചുള്ളൂ. ഞാൻ പറഞ്ഞ, അച്ഛൻ്റെ ക്യാൻസറാ. കേട്ടു, അടുത്ത് എന്താ ചെയ്യണ്ടേ? ഓക്കെ. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. ഞാൻ ഫോൺ വെച്ചു. ഫോൺ വെച്ചിട്ട് പക്ഷെ അതിന് മുമ്പ് അതൊരു സെയിം ടൈമില് എന്റെ ഈ ക്യാൻസറിലൂടെ കടന്നുപോയ വേറൊരു സ്റ്റാഫും ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ആ സ്റ്റാഫിന്റെ മുഖം ഓർമ്മ വന്നു. പെട്ടെന്ന് അവരെ ഒന്ന് വിളിച്ചാലോ എന്ന് തോന്നി. ഞാൻ അവരെ വിളിച്ചു. അവർ ഓടിയെത്തി. ICUയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാ. ഓടിയെത്തി എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ എന്റെ റിപ്പോർട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു. അപ്പം ആ സ്റ്റാഫ് എന്നോട് പറഞ്ഞു, ഇത് എന്റെക്കാട്ടിലും കൂടിയ സാധനം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എനിക്ക് ബെതസ്ത കാറ്റഗറി 6, അതായത് 100% മെറ്റാസ്റ്റാറ്റിക്. മെറ്റാസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ പടരുവാൻ സ്വഭാവമുള്ള, മറ്റു സ്ഥലങ്ങളിലേക്ക് പടരുവാൻ സ്വഭാവമുള്ള സെല്ല. മെറ്റാസ്റ്റാറ്റിക് ടൈപ്പ് ഓഫ് ക്യാൻസർ, ബെതസ്ത കാറ്റഗറി 6. ആമേൻ. സ്തോത്രം. അപ്പൊ എന്റെ മനസ്സിൽ കർത്താവേ നല്ലത് തന്നത്. സ്തോത്രം, സ്തോത്രം. ആമേൻ. ദൈവം നമ്മോട് കൂടെയുണ്ട്. കർത്താവ് നമ്മളെ കൈവിടത്തില്ല. ആമേൻ. സ്തോത്രം. അപ്പം അതിനുശേഷം ഇനിയിപ്പം നമുക്ക് അടുത്തത് ഫോളോ അപ്പ് ചെയ്യുക, അപ്പോയിന്റ്മെന്റുകൾ എടുക്കുക.
അടുത്തുള്ള നടപടിയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ആ ഡ്യൂട്ടിയിൽ നിന്ന് തന്നെ ഞാൻ ടീം ലീഡർ പറഞ്ഞു, നീ വീട്ടിൽ പോ, റെസ്റ്റ് എടുക്കുക. അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ റെസ്റ്റ് എടുത്തു. പിറ്റേന്ന് തന്നെ സ്വർഗത്തിലെ ദൈവം ആവശ്യമായ എല്ലാ അപ്പോയിന്റ്മെന്റുകളും ആ ഹോസ്പിറ്റലിലെ ഏറ്റവും ബെസ്റ്റ് ENT സർജനെ തന്നെ എനിക്ക് ഒരുക്കി. എന്റെ സ്വർഗത്തിലെ ദൈവം അതിനുള്ള വഴി ഒരുക്കി തന്നു. മാനേജറും എല്ലാ ലീവുകളും കാര്യങ്ങളും എല്ലാം തന്നു. അങ്ങനെ എനിക്ക് 3 മാസം കഴിഞ്ഞിട്ടുള്ള സർജറിക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി. അത്രയും ലേറ്റ് ആവാതെ തന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് കിട്ടി. അങ്ങനെ CT സ്കാൻ ചെയ്തു അതിനു മുമ്പായിട്ട്, സർജറി ചെയ്യുന്നതിന് മുമ്പ്. അപ്പൊ CTക്കകത്ത് നമുക്ക് അറിയാൻ പറ്റും എത്ര സ്റ്റേജ് ആണെന്നുള്ളത്. അങ്ങനെ CT സ്കാൻ ചെയ്തു. CT സ്കാൻ ചെയ്തതിനകത്ത് ഡോക്ടർ പറഞ്ഞു സ്റ്റേജ് 1. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പുള്ളിക്കാരന് ഒരു സംശയം, സാധാരണ തൈറോയ്ഡ് ക്യാൻസർ സ്റ്റേജ് 3 സ്റ്റേജ് 4 കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സെയിം ഞാൻ പറഞ്ഞ പോലെ ഒരു സയൻസ് ആൻഡ് സിംറ്റംസും നമ്മളെ കാണിക്കത്തില്ല. അതുകൊണ്ട് വളരെ ചെറുതായതുകൊണ്ടും പെട്ടെന്ന് സയൻസ് ആൻഡ് സിംറ്റംസ് വരാത്തത് കൊണ്ട് സ്റ്റേജ് 1 ആരും കണ്ടുപിടിക്കപ്പെടത്തില്ല. പക്ഷേ ഈ സ്റ്റേജ് 1 എങ്ങനെ കണ്ടുപിടിച്ചു എന്നാണ് ഡോക്ടറുടെ ക്വസ്റ്റ്യൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിനാണ് പറയുന്നത് ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. സ്തോത്രം. യഹോവ നമുക്ക് സമീപസ്ഥൻ. നമ്മുടെ ശരീരത്തിൽ നമ്മളറിയാതെ എന്ത് വളർന്നാലും സ്വർഗത്തിൽ അപ്പച്ചന്റെ അനുവാദമില്ലാതെ തൊടുവാൻ സമ്മതിക്കത്തില്ല. അത് നമ്മളെ അറിയിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ CT ചെയ്തു. അങ്ങനെ സർജറിക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആക്കി. അങ്ങനെ ടോട്ടൽ തൈറോയിഡക്ടമി ചെയ്യാമെന്നുള്ള പ്ലാനായി. അപ്പൊ ഡോക്ടർ കോംപ്ലിക്കേഷൻ പറഞ്ഞു, CTക്കകത്ത് അല്പം പാരാതൈറോയിഡിന്റെ അടുത്തോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ എടുക്കുമ്പോൾ അവർക്ക് അതെല്ലാം സ്ക്രാച്ച് ചെയ്ത് എടുക്കേണ്ടി വരും. ഒറ്റൊരു കോംപ്ലിക്കേഷൻ പറയുന്നുണ്ട്. സാധാരണ എല്ലാ സർജറിക്കും കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സൗണ്ട് തിരിച്ചു വരുമോ എന്ന് അറിയത്തില്ല, സംശയമാണെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ എപ്പോഴും വചനം വായിക്കുമ്പോൾ ഞാൻ വളരെ ശക്തിയോട് ഉറക്കിയ പറഞ്ഞു, എനിക്ക് മൈക്കിന്റെ ആവശ്യമില്ല. കാരണം ആ വചനം വായിക്കുമ്പോൾ എന്നെ ഓർമ്മപ്പെടുത്തുന്നത്, ഇത് നിനക്ക് രണ്ടാമത് കിട്ടിയതാ നിന്റെ ശബ്ദം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് ഹിതമില്ലാത്തതൊന്നും നമ്മുടെ നാവിൽ വരരുത്. ഈ സൗണ്ടിനെ, ഈ ശബ്ദത്തെ കർത്താവ് തിരിച്ചെടുത്താൽ തിരിച്ചു കിട്ടത്തില്ല. പിന്നെ നമുക്ക് നിനക്ക് ജീവിതത്തിൽ രണ്ടാമത് ശബ്ദം തന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ്. യഹോവയ്ക്ക് ഹിതമില്ലാത്തതൊന്നും നമ്മുടെ നാവിൽ മേൽ വരുവാൻ അനുവദിക്കരുത്. ആമേൻ. സ്തോത്രം, സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞങ്ങള് ഭവനത്തിൽ വന്നു. ഞങ്ങള് കൈകോർത്ത് വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴും നമ്മൾ അത്ഭുതത്തിൽ പരിപൂർണമായി വിശ്വസിക്കും കർത്താവിനെ അപ്രത്യക്ഷമാകുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അത്ഭുതമായ ദൈവമാണ്, അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ. ആമേൻ. സ്തോത്രം. അങ്ങനെ എന്റെ സർജറി സെപ്റ്റംബർ മാസത്തിൽ നടന്നു, 2020. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഈ സമയത്ത് സെപ്റ്റംബർ ആദ്യത്തിൽ തന്നെ എന്റെ അനിയത്തിക്ക് ടെൻഷനിൽ അവൾ വന്ന് അവളുടെ 7ാം മാസത്തിൽ തന്നെ പ്രഗ്നന്റ് ആയിരുന്നു. 7th മന്തിൽ ഹൈപ്പർടെൻസീവായി. അങ്ങനെ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ എടുക്കേണ്ടി വന്നു. അങ്ങനെ പപ്പയ്ക്ക് സ്ട്രോക്കായി. പപ്പ നാട്ടിൽ റെസ്റ്റിലിരിക്കുന്നു. ഞങ്ങൾക്ക് ആരോടും പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്റെ അനിയത്തിമാരോട് പറഞ്ഞു, പപ്പയോടും അവരോടും പറയാൻ പറ്റില്ല. കാരണം അവർക്ക് താങ്ങാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആർക്കും ഞങ്ങളുടെ എടുത്തു വരാൻ പറ്റുന്നില്ല. കോവിഡ് ടൈം, ബോർഡർ ബ്ലോക്ക് ക്ലോസ് ആക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചില അവസരത്തില് നമ്മൾ ഒറ്റയ്ക്കാവുന്ന നിമിഷത്തിൽ നമ്മുടെ ദൈവം മാത്രം നമ്മുടെ സഹോദരങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഞങ്ങൾക്ക് കുറെ പേരുണ്ട്. പക്ഷെ ആർക്കും നമ്മുടെ അടുത്ത് വരുവാൻ കഴിയുന്നില്ല. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോഴാണ് നമ്മൾ ദൈവത്തോട് കൂടുതൽ എടുക്കുന്നത്. കൂടുതൽ നമ്മുടെ ഇടുക്ക് വാതിലുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിലൂടെ കടന്ന് ജയിക്കുക, ആ ജയജീവിതം നയിക്കുക എന്നുള്ളത്. ആമേൻ. സ്തോത്രം. ദൈവം നമ്മളെ സഹായിക്കും. അങ്ങനെ സർജറി കഴിഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടി നാളുകൾ ഉപവാസം എടുക്കുന്ന ഒരു പാസ്റ്റർ കുടുംബ സഭ, ഷാർജയിലെ ചർച്ച എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ആമേൻ. അതുപോലെ എനിക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട നല്ലവരായ കുറെ കൊളീഗ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്തു. ആമേൻ. സ്തോത്രം. അങ്ങനെ സർജറി കഴിഞ്ഞു. എനിക്ക് ഒരു പെയിനും ഇല്ല. സ്വർഗത്തിന്റെ ദൈവ അനുഗ്രഹത്തോടെ സർജറി തീരുവാൻ സഹായിച്ചു. സർജറി തീർന്നതിന് ശേഷം ഡോക്ടർ ആദ്യം വന്ന് അച്ഛനോട് പറയുന്നത്, ഞാൻ അറിഞ്ഞില്ല, അച്ഛനാ പറഞ്ഞതിനോട് പറഞ്ഞത് ഫുൾ ടൈം സംസാരിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു. അതുകൊണ്ട് സൗണ്ട് ഉണ്ടെന്ന് ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. എന്തോ സംസാരിച്ചതിന് ഓർമ്മയില്ല. പക്ഷെ ആ ഇന്ത്യൻ ഡോക്ടറും ആ സർജറിക്കകത്തുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഞാൻ എന്താ സംസാരിച്ചത്, ഡോക്ടർക്ക് അറിയാം. അറിയത്തില്ല സിസ്റ്റർ. പക്ഷെ സൗണ്ട് ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആമേൻ. സ്തോത്രം, സ്തോത്രം. അതുമേ കർത്താവ് അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ എന്റെ ജീവിതത്തിൽ തന്നില്ല. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുന്നു, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ആമേൻ. സ്തോത്രം, സ്തോത്രം. അങ്ങനെ സർജറി കഴിഞ്ഞു, റെസ്റ്റിലാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് റേഡിയോ ആക്റ്റീവ് അയഡിൻ തെറാപ്പി എടുക്കണം.
അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയഡിൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ക്യാപ്സൂള് കഴിച്ചാൽ മാത്രം മതി. അത് പക്ഷെ അയഡിൻ ആണ്, ന്യൂക്ലിയർ മെഡിസിൻ ആണ്. അതിന് ചാർജ് ഉണ്ട്. അത് എന്റെ പ്രൈമറി തൈറോയിഡ് സെൽസ് ആയതുകൊണ്ട് ഈ ടാബ്ലറ്റ് കഴിച്ചു കഴിയുമ്പോൾ ഈ സെല്ലിന് എന്റെ ശരീരത്തിൽ, അതായത് നമ്മുടെ തൈറോയിഡക്ടമി കഴിഞ്ഞാലും നമ്മുടെ ബ്ലഡ് സ്ട്രീമില്, ബ്ലഡ് സർക്കുലേഷനിൽ ഈ സെല്ലുകൾ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ബ്ലഡ് സെൽസിനെയും കൂടെ കില്ല് ചെയ്യണം കംപ്ലീറ്റ്ലി. അതിനാണ് ന്യൂക്ലിയർ മെഡിസിന്റെ പ്രത്യേകത. റേഡിയോ ആക്റ്റീവ് അയഡിൻ തെറാപ്പി, അയഡിൻ തെറാപ്പി എടുക്കണം. പക്ഷെ അത് എടുത്തതിന് ശേഷം ഞാൻ ഐസൊലേഷനിൽ പോകണം. അതായത് അത് എടുത്തതിന് ശേഷം നോർമൽ സെല്ലുള്ള, തൈറോയിഡ് സെല്ലുള്ള ആരുടെ എടുത്തും എനിക്ക് വരാൻ പറ്റില്ല. കാരണം ഞാൻ ചാർജ് ആയ ഒരു ബോർഡ് പോലെ ഇരിക്കുന്നു. എന്ന് രാവിലെ വന്നവർ വലിയൊരു സ്കെയിൽ വന്ന് എന്നെ മെഷർ ചെയ്യും. അപ്പം അത് ശരിക്കും ടപ്പേന്ന് ചാർജ് മേപ്പോട്ട് കയറി. നമ്മള് മൊബൈലിൽ ചാർജ് ചെയ്യുമ്പോൾ കട്ടകൾ മേപ്പോട്ട് പോകത്തില്ലയോ, അതുപോലെ എന്റെ ദൈവത്തിൽ നിന്ന് ചാർജ് പോകുന്നത് ഞാൻ കാണും എവിടെ അങ്ങനെ പോകും. അതുകൊണ്ട് നമ്മൾക്ക് അടുത്ത് നോർമൽ തൈറോയിഡ് സെല്ലുള്ളവരുടെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. കാരണം എന്റെ ആ റേഡിയോ ആക്റ്റീവ് അതിന്റെ പവർ അവരുടെ തൈറോയിഡ് സെല്ലിനെ കൊല്ലും. അതായത് ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കണം, കുഞ്ഞിൽ നിന്ന് മാറി നിൽക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു ഡോക്ടറുടെ എത്ര ദിവസം നിൽക്കണം? ഏകദേശം 20 ദിവസം മാറി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. ആ സമയത്ത് അവിടെ പേഷ്യന്റിന് അക്കോമഡേഷൻ ഉണ്ട്. പേഷ്യന്റ് അക്കോമഡേഷൻ അവർ തന്നിട്ടുണ്ട്. അങ്ങനെ റേഡിയോ ആക്റ്റീവ് അയഡിൻ തെറാപ്പി എടുത്തു. അപ്പൊ എന്നെ ഒരു ലെഡ് റൂമിലാക്കുന്നത്, അതായത് റേഡിയേഷൻ കടന്നു പോകാത്തത് ലെഡ് ആണല്ലോ, ആ ലെഡ് റൂമിനെ അകത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ എല്ലാവരും ലെഡിനപ്പുറത്ത് നിന്നാണ് എന്നോട് സംസാരിക്കുന്നത്, നഴ്സുമാരും ഡോക്ടർമാരും എല്ലാവരും. പക്ഷെ അവിടെ ഒരുക്കി ആ ഞാൻ പറഞ്ഞത് ICUവിലെ സ്റ്റാഫ് എന്റെ അടുത്ത് വരുമായിരുന്നു. കാരണം ആ ചേച്ചിക്ക് തൈറോയിഡ് സെല്ലില്ലല്ലോ, തൈറോയിഡ് ഇല്ലല്ലോ. ചേച്ചി എന്റെ അടുത്ത് വന്നിരുന്ന് കാര്യം പറയുന്നതിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന വിധങ്ങൾ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ സ്തോത്രം. അതിനുശേഷം ഞാൻ പേഷ്യന്റിന്റെ അക്കോമഡേഷനിലേക്ക് മാറി. എന്നിട്ട് ആർക്കും എന്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. ഞാൻ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ്സ്, ഞാൻ എന്ത് സാധനത്തിന് ടച്ച് ചെയ്താലും അതെല്ലാം ഡിസ്കാർഡ് ചെയ്യണം. അതിനെല്ലാം ചാർജ് ആവും. ബെഡ്ഷീറ്റ്, ഞാൻ ഇടുന്ന ഡ്രസ്സ് എല്ലാം ഒരു ദിവസം തന്നെ 8 ലിറ്റർ വെള്ളം കുടിക്കണം. അങ്ങനെ ആ ശരീരത്തിൽ നിന്ന് അത് എക്സ്ക്രീറ്റ് ആയി പോകുന്നത്. എനിക്ക് മൊബൈൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ബിക്കോസ് എനിക്ക് തച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് ബൈബിൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം അത് കളയണമല്ലോ. ടച്ച് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കൊന്നും തൊടാൻ പറ്റത്തില്ല. എന്റെ അടുത്ത് ആരുമില്ല. ആമേൻ. ആ 20 ദിവസം ഞാൻ ആ റൂമിൽ തേങ്ങയായിട്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. ആമേൻ. ഏത് ഐസൊലേഷനെ ഭേദിക്കാൻ പറ്റുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ആമേൻ. എല്ലാരും നമുക്ക് ചുറ്റും ഉണ്ടെങ്കിലും കർത്താവിന് നമ്മളെ അങ്ങനെ ഐസൊലേറ്റ് ചെയ്യുവാൻ സാധിക്കും മക്കളെ, സാധിക്കും. ദൈവത്തിന് അങ്ങനെ വേണമെങ്കിൽ ദൈവം അങ്ങനെയും ചെയ്യും. ആമേൻ. രക്ഷിക്കപ്പെടുന്നവരോ ചുരുക്കം. കാരണം ഇടുക്കവാതിലൂടെ കടന്നു പോകുവാൻ വളരെ പ്രയാസമാണ്. ആമേൻ. പ്രിയ ദേവദാസൻ എന്ന് പറഞ്ഞതുപോലെ ആ ദുരാത്മാവ് അവരെ വിട്ടുപോയതിനു ശേഷം തിരിച്ചു വന്നപ്പോൾ എല്ലാം വൃത്തിയാക്കി അലങ്കരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി. പിന്നെ പോയിട്ട് വന്നപ്പോഴ് അതിലും ശക്തിയേറിയ ദുരാത്മാക്കളുമായിട്ട് തിരിച്ചു വന്നത്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓർക്കണം. നമ്മുടെ ചെത്തി വെടിപ്പാക്കി നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിൽ സ്ഥാപിച്ചു നോക്കുമ്പോൾ പോരാട്ടമുണ്ട്. പോരാട്ടം തിരിച്ചു വരുന്ന ആ ശക്തിയെ ജയിപ്പാൻ നമുക്ക് ദൈവവചനം എന്ന വാള് വേണം. ആമേൻ. കാരണം എനിക്കവിടെ ബൈബിൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല, എനിക്കത് കളയണം, അതെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴാണ് നമ്മൾ കാണാതെ പഠിച്ചിരിക്കുന്ന വചനങ്ങളും വാക്യങ്ങളും എല്ലാം ഉരുവിടുന്നത്. ആ 20 ദിവസം സ്വർഗത്തിലെ അപ്പച്ചന്റെ സാന്നിധ്യം ഞാൻ അറിഞ്ഞു. എന്റെ അപ്പച്ചൻ എന്റെ അടുത്തിരുന്ന് എന്നെ ആശ്വസിപ്പിച്ചു. ആമേൻ. സ്തോത്രം സ്തോത്രം. അന്ന് പരിപൂർണമായി ഞാൻ ദൈവത്തെ സമർപ്പിച്ചു. അപ്പായി ജീവിതം നിനക്കൊള്ളും, അപ്പായി ജീവിതം നിലകൊള്ളുക. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു 14-ാം വയസ്സിൽ നീ എന്തിനാണ് ഈ സത്യം എനിക്ക് തിരിച്ചറിയുവാനുള്ള മനസ്സ് തന്നത്. ആമേ. സ്തോത്രം സ്തോത്രം. അങ്ങനെ 20 ദിവസം കഴിഞ്ഞു. പെറ്റ് സ്കാൻ ചെയ്തു. പെറ്റ് സ്കാനിനകത്ത് അറിയാൻ പറ്റും വേറെ എവിടെങ്കിലും ഇത് സെൽസ് വളരുന്നുണ്ടോ എന്ന്. കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നിറവേറ്റണമേ. ഞാൻ ആഗ്രഹിക്കുന്നു എങ്ങോ ഉണ്ടാവരുതേ എന്ന്. പക്ഷേ എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടപ്രകാരം എന്റെ ജീവിതത്തെ നടത്തിയാണ്. നിന്റെ ഇഷ്ടം മതി. ആമേ. സ്തോത്രം. അങ്ങനെ പെറ്റ് സ്കാൻ ചെയ്തു. അങ്ങനെ പെറ്റ് സ്കാൻ ചെയ്തതിനു ശേഷം സ്വർഗത്തിലെ അപ്പച്ചൻ അതിനകത്ത് റിപ്പോർട്ട് തന്നു. ഒന്നും വേറെ എങ്ങുമില്ല. കംപ്ലീറ്റ് സ്വർഗത്തിലെ ദൈവം എന്നെ അതൊന്ന് വിടുവിച്ചു എന്ന് കണ്ടു. ആമേ. സ്തോത്രം. തുടർന്നുള്ള ഫോളോ അപ്പ് കാര്യങ്ങളും ഒക്കെ ചെയ്യണം. പക്ഷേ സ്വർഗത്തിലെ അപ്പച്ചൻ അതിൽ നിന്ന് വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേ. നമ്മുടെ വീട് നമ്മുടെ കുടുംബാതി വാക്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. കർത്താവെ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചാൽ അവനോട് ഇടുക്കവാതിലൂടെ കടക്കുവാൻ പോരാടുവൻ. പലരും കടക്കുവാൻ നോക്കും, കഴിയുകയില്ല താനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് ആ ഇടുക്കുവാതിലൂടെ കടക്കുവാൻ കഴിഞ്ഞില്ല.
നമ്മൾ ഫെയിലായി പോയെങ്കിൽ അതിന്റെ 29-ാം വാക്യത്തിൽ പറയുന്നത് കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്കു നിന്നും അനേകരെ ദൈവത്തിന് ഉയർത്തുവാൻ സാധിക്കും. നമ്മളില്ല എങ്കിൽ നമ്മൾ എത്ര ചാൻസ് തന്നിട്ടും നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നിന്നില്ല എന്ന് കർത്താവിന് തോന്നുവാണെങ്കിൽ കർത്താവ് നമ്മളെ അത് വിറ്റ് കളഞ്ഞു വേറെ ആളുകളെ അതിന് പകരം ഒരുക്കും. അതല്ല, അടിയനെ ഒരുക്കണമേ, അടിയനെ ഉപയോഗിക്കണമേ എന്ന് പരിപൂർണമായ കർത്താവ് സന്നിധി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. റോമർ 8:28 പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർമ്മയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രിയമുള്ളവരെ, സകലതും എന്തു വന്നാലും ഈ കർത്താവിന്റെ പിന്നാലെ ഞാൻ പോകും, എന്ത് ജീവിതത്തിൽ വന്നോട്ടെ. അതുകൊണ്ട് റോമർ 8:31 പറയുന്നത് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാകും. പ്രൈസ് ദി ലോർഡ്. 2020 എന്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അതിന് മുന്നമേ 2017 സ്വർഗത്തിലെ ദൈവം അതിനു വേണ്ടിയുള്ളത് എല്ലാ സപ്പോർട്ടും തന്നു. 2020 കോവിഡ് വരുമെന്നും ആർക്കും നിന്റെ അടുത്ത് വരാൻ പറ്റത്തില്ലെന്നും നീ ഇതുപോലെ ഐസൊലേഷൻ ആയി പോകുമെന്നും സ്വർഗത്തിലെ ദൈവത്തിന് മുന്നമേ അറിയാം. അതിനുവേണ്ടി കർത്താവ് 2017 സകലമായ സപ്പോർട്ടുകളും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്നു. അതുപോലെ 1 കൊരിന്ത്യർ 10:13 പറയുന്നു, വചനങ്ങൾ ഞാൻ പറയുന്നത് പരിപൂർണമായി നിങ്ങൾ ഏറ്റെടുത്ത് വിശ്വസിക്കണം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ വചനങ്ങൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ജീവിതത്തിൽ എന്ത് വന്നാലും നമ്മൾ ഒറ്റയ്ക്കാവുന്ന നിമിഷത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തും. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടില്ല, ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോകും വഴിയും തരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പോകും വഴിയും കൂടെ തന്നെ നമ്മളെ നടത്തുന്ന പിതാവായ ദൈവമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. എബ്രായർ 3:15 സങ്കീർത്തനം 95:8 പറയുന്നത്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിലെ പോലെ മരുഭൂമിയിൽ മസ്താനാളിനെ പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. കർത്താവിൽ ഏൽപ്പിച്ചു കൊടുക്കുക, കർത്താവിന്റെ കൽപ്പനകളെ സ്വീകരിക്കുക. നിയമം വിട്ട് കർത്താവിന്റെ പ്രമാണം വിട്ടോ ഇടത്തോ വലത്തോട്ടോ പോകരുത്. കർത്താവിനെ സ്നേഹിച്ച് ജീവിതം മുറ്റം അടിയന്റെ ജീവിതത്തിൽ ദൈവം തന്നത് ആമേൻ സ്തോത്രം. സ്വർഗത്തിലെ അപ്പച്ചനോട് കൂടുതൽ അടുക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. എബ്രായർ 10:31 പറയുന്നത് ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ കർത്താവിന്റെ സന്നിധിയിൽ ദൈവരാജ്യത്തിന് അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ കൂടെ ഇരുന്ന് പന്തിയിലിരിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം ഓരോ നിമിഷവും എന്റെ ജീവിതത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളും വരുമ്പോൾ എന്നെ ഓർമ്മപ്പെടുത്തുന്ന വചനങ്ങളാണ്, എന്റെ സാക്ഷ്യങ്ങളാണ്. കഴിഞ്ഞ 8 മാസമായിട്ട് എനിക്ക് അധികേറി വന്നപ്പോഴും ഓരോ സമയത്തും ഞാൻ ഓർക്കും, കർത്താവച്ച ഇതെന്താണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇത് എന്റെ ജീവിതത്തിൽ വരുന്നത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചപ്പോഴും അപ്പച്ചൻ പറഞ്ഞത്, എന്റെ കൃപ നിനക്ക് മതി, അതിലൂടെ എന്റെ കൃപ നിനക്ക് മതി. ജീവിതത്തിൽ എന്ത് വന്നാലും കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ട അന്ത്യവരെ അപ്പച്ചന്റെ കൃപയിൽ ജീവിപ്പാനും അന്ത്യവരെ കർത്താവിന്റെ നാമ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാനും അടിയനെ കുടുംബത്തെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അവസരം തന്ന എല്ലാവരും അടിയന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് സാക്ഷ്യം